കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എം.കോം വിദ്യാർത്ഥികൾക്ക് 2021 ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് 1 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. The following details have been supplied by Mr. X, Karta of HUF. Compute the total income and tax liability of HUF for the assessment year 2020-21. Short-term capital gain rupees 7,500. Long-term capital gain rupees 7,400. Profit from business 4,20,000. Profit from firm 22,000. Rental income from property let 18,000. House tax on above property rupees 2,000. Interest on securities of a listed company net 9,000. Contribution to LIC premium in the name of a member of the family rupees 10,000. Medical premium paid in cash rupees 5,000. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലാബിലിറ്റി ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനെങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ടോട്ടൽ ഇൻകം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം എന്ന് ജസ്റ്റ് നിങ്ങൾ ഹെഡിങ് കൊടുത്തുകൊണ്ട് നമ്മൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ ആദ്യം നമ്മൾ ഇൻകം ഫ്രം സാലറി ആണ് കൊടുക്കേണ്ടത്. ഇൻകം ഫ്രം സാലറി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ് രണ്ടാമത്തെ ഹെഡ് വരുന്നത്. ഓക്കെ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അതിനായിട്ട് നിങ്ങളെ ക്വസ്റ്റ്യനിൽ റെൻ്റൽ ഇൻകം ഫ്രം പ്രോപ്പർട്ടി ലെറ്റ് എന്നും പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്. എത്രയാണ് എമൗണ്ട് പറയുന്നത്? റെൻ്റൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നും പറഞ്ഞിട്ട് 18,000 പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് തന്നിട്ടുണ്ട് ഹൗസ് ടാക്സ് ഓൺ എബോവ് പ്രോപ്പർട്ടി. അപ്പോൾ അതിൻ്റെ ഹൗസ് ടാക്സ്, അതായത് മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 2,000 ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 16,000 ആണ് കിട്ടുന്നത്. ഈ 16,000 എന്താണ്? NAV ആണ്. ഇതിനെ നമുക്ക് GAV ആയിട്ട് എടുക്കാം. ഓക്കെ, ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് 18,000 എടുക്കാം. അപ്പോൾ മുനിസിപ്പൽ ടാക്സ് മൈനസ് ചെയ്തു, അപ്പോൾ നെറ്റ് ആനുവൽ വാല്യൂ കിട്ടി. ഇനി ഈ നെറ്റ് ആനുവൽ വാല്യൂയിൽ നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മൈനസ് ചെയ്യണം. 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, അതായത് 16,000ൻ്റെ 30% നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എത്ര വരും? 4,800 എന്ന് കിട്ടും. ഇതിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 11,200 ആണ്. നമുക്ക് ഔട്ടർ കോളത്തിലേക്ക് കൊടുക്കാം. 11,200 ആണ് എന്ത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കഴിഞ്ഞാൽ അടുത്ത ഹെഡാണ് എന്ത്? ഇൻകം ഫ്രം ബിസിനസ്. ഓക്കെ, ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്ന ഹെഡ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇൻകം ഫ്രം ബിസിനസ് വരുന്ന ഏതാണ്? പ്രോഫിറ്റ് ഫ്രം ബിസിനസ്. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് തന്നിട്ടുള്ളത് എത്രയാണ്? 4,20,000 ആണ് പ്രോഫിറ്റ് ഫ്രം ബിസിനസ് തന്നിട്ടുള്ളത്. അതേപോലെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എ ഫേം തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം ഫേം എന്താണ്? എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ 4,20,000 ഇവിടെ 10 സബ്സെക്ഷൻ 2A എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരം ഈ ഫേമിൻ്റെത് എന്താണ്? എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഇത് ഔട്ടർ കോളത്തിലേക്ക് മാറ്റിയിരുന്നു. 4,20,000 എന്ത് വരും? ഇൻകം ഫ്രം ബിസിനസ്സിൻ്റെ എമൗണ്ട് വരും. ഓക്കെ, ഇനി ഇൻകം ഫ്രം ബിസിനസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഹെഡാണ് എന്ത്? ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിനിൽ ഇവിടെ STCG തന്നിട്ടുണ്ട്. അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ്? 7,500. അതേപോലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ് തന്നത്? 7,400. ഓക്കെ, ഇത് രണ്ടിനെയും തന്നിട്ടുണ്ട്. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 14,900 എന്ന് ടോട്ടൽ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ക്യാപിറ്റൽ ഗെയിൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഹെഡ് എന്താണ്? ഇൻകം ഫ്രം അതർ സോഴ്സ്. ഓക്കെ, ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഓക്കെ,
ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്നത് ഇവിടെ ഏതാണ്? ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി. ഇൻട്രസ്റ്റ് പറയുന്നത് എത്രയാണ്? 9,000 ആണ് തന്നത്. 9,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 90 കാണണം. കാരണം നെറ്റാണ് വാല്യൂ തന്നത്. നെറ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഗ്രോസിങ് അപ്പ് ചെയ്യണം. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഗ്രോസിങ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10,000 കിട്ടും. അപ്പോൾ ഇത് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് ചെയ്യുന്നു 10,000. ഇപ്പോൾ ഇനി വരുന്ന ഈ ഹെഡുകളെയൊക്കെ, അതായത് 11,200, 4,20,000, 14,900, 10,000, ഇതിനെയൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4,56,100 എന്ന് കിട്ടും. ഈ കിട്ടുന്നത് എന്താണ്? ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ്. ഓക്കെ, ഇനി ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും നമ്മൾ ഡിഡക്ഷൻസ് മൈനസ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണോ ഡിഡക്ഷൻസ് വരുന്നത് ആ ഡിഡക്ഷൻസിനെ മൈനസ് ചെയ്യണം. ഇവിടെ വരുന്ന ഡിഡക്ഷൻസ് ഏതൊക്കെയാണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്ന ഡിഡക്ഷൻസ് 80C വരുന്നുണ്ട്. ഓക്കെ, 80C ഏതാണ്? ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, LIC പ്രീമിയം. LIC പ്രീമിയം പറയുന്നത് എത്രയാണ്? 10,000 ആണ് LIC പ്രീമിയം വരുന്നത്. ഓക്കെ, ഇനി മറ്റൊന്ന് തന്നിരിക്കുന്നത് മെഡിക്കൽ പ്രീമിയം പെയ്ഡ് ഇൻ ക്യാഷ് ആണ്, 80D ആണ്. പക്ഷെങ്കിൽ ഇത് ക്യാഷ് ആയതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ പ്രീമിയത്തിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടുകയില്ല. അപ്പോൾ അത് നമ്മൾ മെഡിക്കൽ പ്രീമിയം ഇവിടെ ജസ്റ്റ് ബ്ലാങ്ക് ആക്കി കൊടുക്കുന്നു. അതിന് ഡിഡക്ഷൻസ് നമുക്ക് അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഈ 10,000 നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഇതിനെ മൈനസ് ചെയ്യുക. 4,56,100 നിന്നും 10,000 നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ 4,46,100 എന്ന് നമുക്ക് ഏതിൻ്റെ വാല്യൂ കിട്ടും? ടോട്ടൽ ഇൻകത്തിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ടോട്ടൽ ഇൻകം 4,46,100 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ടാക്സ് ലാബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മൊത്തം വരുന്നത് 4,46,100 ആണ്. ഇനി നമ്മൾ ടാക്സ് ലാബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ടാക്സ് ലാബിലിറ്റി നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ തന്നിട്ടുണ്ട്. അപ്പോൾ LTCG ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ ടാക്സ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ ടാക്സ് റേറ്റ് എത്രയാണ്? 20% ആണ്. അപ്പോൾ ഇവിടെ 7,400 ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ എത്ര കാണണം? 20% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 7,400ൻ്റെ 20% കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1,480 എന്ന് നമുക്ക് ടാക്സ് കിട്ടും. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ബാലൻസ് എമൗണ്ട് എടുക്കുന്നു. അതായത് 4,46,100 നിന്നും 7,400 മൈനസ് ചെയ്യുന്നു. അപ്പോൾ 4,38,700 ബാലൻസ് എമൗണ്ട് വരും. ഓക്കെ, ഈ ബാലൻസ് എമൗണ്ടിൽ ആദ്യത്തെ ഫസ്റ്റ് 2,50,000 ടാക്സ് എന്താണ്? നില്ലാണ്. ദെൻ നെക്സ്റ്റ് ബാലൻസ് വരുന്നത് എത്രയാണ്? നെക്സ്റ്റ് ബാലൻസ് വരുന്നത് ഇവിടെ 4,38,700 നിന്നും 2,50,000 പോയാൽ നെക്സ്റ്റ് വരുന്ന ബാലൻസ് 1,88,700 ആണ്. ഇതിന് എത്രയാണ് റേറ്റ് വരിക? 5% ആണ് വരുന്നത്. അതായത് കണ്ടു കഴിഞ്ഞാൽ 9,435 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഈ 1,480ഉം 9,435ഉം ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 10,915 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സിനെ ആഡ് ചെയ്യണം. HEC എത്രയാണ്? അറ്റ് 4% ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ 437 എന്ന് കിട്ടും. ഇപ്പോൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 11,352 എന്ന് നമുക്ക് എമൗണ്ട് കിട്ടും. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ 5 lakhൽ കുറവാണ് ടോട്ടൽ ഇൻകം വരുന്നത്. 5 lakhൽ കുറവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? റിബേറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ റിബേറ്റ് മൈനസ് ചെയ്യുന്നു. റിബേറ്റ് മാക്സിമം എത്രയാണ്? 12,500 കിട്ടും. പക്ഷെ ഇവിടെ നമ്മൾ 11,332 മാത്രമേ നമുക്ക് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ എമൗണ്ടിന് ഫുൾ ഡിഡക്ഷൻ കിട്ടും. ഇപ്പോൾ ടാക്സ് പേബിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടാക്സ് പേബിൾ എന്ന് പറയുന്നത് നില്ലായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിലാണ്
ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാം. വീണ്ടും കാണാം. താങ്ക് യു.